എല്ലാവർക്കും ചിങ്കുഅന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചീര വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരൊക്കെ തയ്യാറാക്കി തരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പും ചീരയും വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ട് അല്ലേ? ആ ഒരു കറിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചീര കിട്ടുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ആണെങ്കിൽ മഴയൊക്കെ കഴിഞ്ഞൊരു സ്ഥിതിക്ക് ചീരയൊക്കെ വളരെ സുലഭമായിട്ടൊക്കെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ കടകളിലൊക്കെ ആണെങ്കിലും കിട്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ദേ ഇതിനായിട്ട് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേ ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു തക്കാളി അതൊന്ന് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഈ കറിവേപ്പില ഈ കുക്കറിൽ കിടന്ന് പരിപ്പിലൊക്കെ കിടന്ന് വേവുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ട്ടോ. ഇനി ഇതേ ചീര നമ്മൾ ഇവിടെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് വളരെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ട്ടോ. അപ്പോൾ ദേ ഇതേപോലെ ഒന്ന് അരിഞ്ഞൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചെരുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, അപ്പം അത്രയും മതി ഇട്ട വെളുത്തുള്ളി. പിന്നെ ഒരു പച്ചമുളക്, അതുപോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം അതേ ഈ ഒരു പരുവത്തിന് നമ്മൾ ഇതൊന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറുള്ളി ഇതേ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതേ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഈ അരിഞ്ഞു വെച്ചിട്ട് ചെറുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആ ചീരയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനുണ്ടല്ലോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ആ ചീര നല്ല രീതിയിൽ തന്നെ അപ്പം അതിൽ കിടന്നിട്ട് വെന്ത് റെഡിയായി വരും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതും വന്നിട്ടുണ്ട്. ഇനി ഈ വെന്ത ചീരയിലേക്ക് ഈ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചീരയും പരിപ്പൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് മിക്സായി വരുമ്പോഴാണ് ആ കറിക്കൊക്കെ ടേസ്റ്റ് കൂടുക. അപ്പോൾ എല്ലാതും പിടിക്കണം. അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാതും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഉണ്ടല്ലോ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഈ അരപ്പും കൂടി ഇതുമ്മ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി അധികം തിളയ്ക്കരുതെന്ന് പറയും. കാരണം നമ്മളുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറി ഈ നാളികേരം പിരിയുന്ന പറയുക. അപ്പോൾ അതുകൊണ്ട് അധികം തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ നമുക്കത് ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനിയുണ്ടല്ലോ ഇത് നമ്മളൊന്ന് അടച്ചു വെക്കാനാണ് പോകുന്നത്. എപ്പോഴും നമ്മളൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മളിപ്പോൾ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുന്ന പറയാം.
കൂടുന്ന് പറയൽ മാത്രമല്ല അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ആണെങ്കിൽ നല്ലോണം ചീരയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ തയ്യാറാക്കി തരുന്ന അതേ ടേസ്റ്റ് ഉള്ള ഒരു കറി ആണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.